മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഒത്തുകൂടുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് പുതിയ അപ്ഡേഷൻസുകൾ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വിജയിച്ച ആളുകൾ എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്ത് പോയിക്കൊണ്ട് നമ്മൾക്ക് വിജയിക്കാൻ പറ്റുന്ന മറ്റെവിടെയും കണ്ടില്ലാത്ത ഒരു അവസരത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ എന്താണ് അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടുള്ളത്. പക്ഷെ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രം എന്തില്ല, ഒരു മേഖലയ്ക്കും കാര്യമല്ല. എത്തിപ്പെട്ടത് കൊണ്ട് മാത്രം ഒരു മേഖലയ്ക്കും കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാണ്, ഡെയിലി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഏത് മേഖലയാണെങ്കിലും എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അവിടെ നിന്ന് അതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിനേക്കാട്ട് ഉപരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു മേഖല പോലെ തന്നെയാണ് നമ്മുടെ എന്താണ് ബാക്കി എല്ലാ മേഖലകളും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള എഫേർട്ട് ഇടണം. ഗൾഫിലേക്ക് നല്ലൊരു വിസ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമല്ല, ആ വിസ കിട്ടിയ വ്യക്തി എന്ത് ചെയ്യണം, ഒരു 5-10 വർഷം എന്താണ് അവിടെ പണ്ടെത്താൻ മാത്രമേ, ആ വിസ ഉപയോഗിച്ച് ജോലി ചെയ്താൽ മാത്രമേ വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അവസരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ ചെയ്യണമെന്നും, അല്ലെങ്കിൽ എന്താണ് അതിന്റെ സാധ്യത എന്നും, അല്ലെങ്കിൽ കമ്പനി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട് എന്നൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാനും അതൊന്ന് നമ്മുടെ കൂടെ വന്ന ആൾക്ക് ടീച്ച് ചെയ്ത് കൊടുക്കാനും തയ്യാറാകുകയാണെങ്കിൽ വെരി സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് കൂടെ നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ MD കഴിഞ്ഞ നെക്സസ് പ്രോഗ്രാം പറഞ്ഞത്. നമ്മൾ എന്താണ് ലീഡേഴ്സിന് നമ്മൾ പഠിക്കുക, താഴെയുള്ള ആൾക്ക് എന്ത് ചെയ്യുക, അല്ലെ നമ്മളെ കൂടെ വന്ന നെറ്റ്വർക്കിലുള്ള ആളുകൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്താണോ പഠിച്ച കാര്യം അത് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് കമ്പനി നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വെരി സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും കമ്പനി പ്ലാനിൽ എന്ത് ചെയ്യുന്നുണ്ട്, സിംപ്ലൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പ്ലാൻ പ്രസന്റേഷൻ PPT ഒന്നല്ല നമ്മൾ ഈ വർഷം എന്ത് ചെയ്ത് ഉപയോഗിക്കുന്നത്, അപ്ഡേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പുതിയ കാര്യങ്ങളെ അല്ല എന്താണ് കമ്പനി എന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. എൻ്റെ ഒരു സെക്ഷൻ അത് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഈ ഒരു കമ്പനി നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്തിന് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ സെക്ഷൻ. സോ അതുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി ഒരു പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പലതരത്തിലുള്ള മേഖലകളിൽ നിന്ന് ആ മേഖല ഒഴിവാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്നുകൊണ്ടോ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റി കാറ്റഗറി എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിരിക്കാം, സ്റ്റുഡന്റ് ആയിരിക്കാം, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കാം, റിട്ടയർഡ് പേഴ്സൺസ് ആയിരിക്കാം. ഈ മേഖലകളിലൊക്കെ നിന്നുകൊണ്ടാണ് എന്ത് പലരും ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ തന്നെ കൊണ്ടുവന്ന വ്യക്തി ഈ ഒരു 3 കാര്യങ്ങൾ നമുക്ക് എന്താണ് കിട്ടുമെന്ന് ഉറപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കടന്നു വന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത്, രണ്ടാമതാണ് വെൽത്ത്, മൂന്നാമതാണ് ഫ്രീഡം. ഈ ഒരു 3 കാര്യത്തിൽ ഏതോ ഒന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രൈക്ക് ചെയ്യുന്നത്, ഏതോ ഒന്നാണ് നമ്മൾ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്തുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്തുള്ളത്, ഈ ഒരു മേഖലയുടെ പാർട്ടായതിന്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ എന്താണ്. ഈ ഒരു 3 കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ ഹെൽത്ത് ഉള്ള ആളുകൾക്ക്, നല്ല ആരോഗ്യമുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഒരു 20 വയസ്സ് മുതൽ ഒരു 30-40 വയസ്സ് വരെ ആളുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചോളം ആരോഗ്യം മാത്രമേ കയ്യിലുള്ളൂ, എന്തില്ല, നല്ല സമ്പത്തില്ല. ഇനി ഒരു 30 വയസ്സ് എന്താണ്, അല്ല ഒരു 30 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ ആൾ എടുത്തു വെച്ചാൽ കയ്യിലൊക്കെ എന്ത് പണം ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല, ആരോഗ്യം അപ്ലൈ പോയിണ്ടാവും. ആരോഗ്യമില്ലാത്തൊരു സിറ്റുവേഷൻ, അത് ആസ്വദിക്കാൻ എന്തില്ല, ടൈമും കൂടി ഇല്ലാത്തൊരു അവസ്ഥയാണ് ഒരു 40 കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചോളം. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ എന്താണ് ഒരുമിച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എന്താണ് എസ്പെഷ്യലി നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ പലതരത്തിലുള്ള പെർസ്പെക്റ്റീവിൽ ഈ ബിസിനസ്സിലേക്ക് വന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്താണ് എൻ്റെ ഒരു ഫാമിലിനെ അല്ലെ എന്താണ് ആ ഫാമിലിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടല്ല ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് എൻ്റെ ഫാദർ എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, പുള്ളിയെ സംബന്ധിച്ചോളം ഡ്രീം ഫുൾഫിൽ ചെയ്യാനല്ല, ആവശ്യങ്ങൾ നീഡ് നടക്കാനാണ്, വീട്ടിലെ ആവശ്യങ്ങൾ നടക്കാനാണ്, അതേപോലെ തന്നെ എന്താണ് ഫാമിലി റൺ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുള്ളത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു 20 വയസ്സ് അല്ലെങ്കിൽ എന്താണ് 18 മുതൽ 20 വയസ്സ് അല്ലെങ്കിൽ എന്താണ് 30 വയസ്സ് വരെ വ്യക്തികൾ ഈ ബിസിനസ്സിൽ കടന്നു വരുന്നത് ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനല്ല, ആഗ്രഹങ്ങൾ നിറവേറ്റാണ്. ഇപ്പൊ 2 തരത്തിലുള്ള ആളുകളാണ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ആ കടന്നു വരുന്ന ആളുകളോ ഒന്നില്ലെങ്കിൽ ഒരു ജോബ് ചെയ്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം. ഈ 2 കാറ്റഗറി ഉള്ള ആളുകളാണ് എന്ത് ചെയ്തത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ആളുകൾ. ഒന്നിലും ജോബ് ആയിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സുകാരായിരിക്കാം. ഇവിടെയൊക്കെ തന്നെ നമുക്ക് പണമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് സമയവും ചെയ്യുന്ന ജോലിയാണ് നമുക്ക് എന്ത് ചെയ്തത് നമ്മുടെ സാലറി ആയിട്ട് അല്ലെ നമുക്ക് കയ്യിലേക്ക് പണമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എത്ര മണിക്കൂർ നമ്മൾ അധ്വാനിക്കുന്നോ, ഏത് മേഖലയിൽ അധ്വാനിക്കുന്നോ,
അതാണ് നമുക്ക് എന്ത് ചെയ്തത് ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. ഈ തിയറി ഒന്ന് നമ്മൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ വെരി സിമ്പിൾ ആയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്ക് എന്ത് ചെയ്യും, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ എന്താണ് ജോലിയും ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം, അത് നമ്മൾ കൃത്യമായിരുന്നു മനസ്സിലാക്കണം. കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് നമ്മളെ കൂടെ വന്ന വ്യക്തികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് എന്ത് ചെയ്തത് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 8 മണിക്കൂറാണ് മിനിമം നമ്മുടെ എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വ്യക്തി ജോലി ചെയ്യുന്ന സമയം. മിനിമം സമയം 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു 15,000 രൂപ മുതൽ ഒരു 40,000 രൂപ വരെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നാൽ ഒരു 16 മണിക്കൂർ അധ്വാനിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ, ഒരു ഇരട്ടി മണിക്കൂർ കൂടെ അധ്വാനിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരു 25,000 മുതൽ 60,000 രൂപ വരെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മാക്സിമം ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ആ മേഖല 24 മണിക്കൂറും അത് പോസിബിൾ അല്ല. അധ്വാനിച്ചാൽ പോലും ഒരു 50,000 രൂപ വരും, ഒരു 90,000 രൂപ വരും. എന്നാലും 1,00,000 രൂപയ്ക്ക് താഴെ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് വരുമാനം കിട്ടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുള്ളൂ. ഇവിടെയൊക്കെ എന്താണ് ലിമിറ്റഡ് ഇൻകം, ആക്റ്റീവ് ഇൻകം. ഞാൻ പണിയെടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പൈസ കിട്ടുള്ളൂ. ഐ മീൻ ഇന്ന് ജോലിക്ക് പോയാൽ മാത്രമേ കൂലിയുള്ളൂ, ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തില്ല, ഇന്ന് വരുമാനമില്ലാത്ത സിറ്റുവേഷൻ. ഇത് തന്നെയല്ലേ പുറത്ത് വിദേശത്ത് എന്താണ് ജോലി ചെയ്യുന്ന ജോലിക്കാരെ സംബന്ധിച്ചോളം ഒരു 10-25 ദിവസം നാട്ടിൽ വന്നാൽ, ലീവിന് വന്നാൽ പോലും എന്തില്ല, വരുമാനമില്ല. തിരിച്ചു ചെന്നാലോ ജോലി ഉണ്ടാകുന്ന ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ കടന്നു പോകുന്നത്. എന്നാൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. അവരെന്താ ചെയ്യുന്നത്, അവരെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് അവരെന്ത് ചെയ്യുന്നു, മറ്റുള്ള ആളുകളുടെ ആഗ്രഹത്തെയും സ്വപ്നത്തെയും പണം കൊടുത്തു വാങ്ങുന്നു. മീൻസ് എന്താണ്, അവരുടെ സമയത്തെ അവരെന്ത് ചെയ്യുന്നു, 15,000 രൂപ സാലറിക്കും 20,000 രൂപ സാലറിക്കൊക്കെ എന്ത് ചെയ്യുന്നു, പണം കൊടുത്തു വാങ്ങാനുള്ള കപ്പാസിറ്റിയിലേക്ക് ബിസിനസ്സുകാർ മാറുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട്, ആ ബിസിനസ്സുകാരന് വേണ്ടിയിട്ട് ഈ വന്ന തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു, 8 മണിക്കൂറും 16 മണിക്കൂറും അത് 24 മണിക്കൂറൊക്കെ അധ്വാനിക്കാൻ തയ്യാറാകുന്നു. അവരുടെ വർക്കിംഗ് അവേഴ്സ് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ബിസിനസ്സുകാരന് വേണ്ടി ചെലവാക്കുന്ന മെത്തേഡാണ് ബിസിനസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് വർക്കിംഗ് അവേഴ്സ് കൂട്ടുന്നത് കൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഇൻകം അവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അവിടെ വരുമാനത്തിന് എന്തില്ല, പരിധി ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇന്നത്തെ എന്ത് ചെയ്യുന്നു ബിസിനസ്സുകാരൊക്കെ തന്നെ സക്സസ് ആയിട്ടുള്ളതിന്റെ പ്രധാനപ്പെട്ട റീസൺ. അവിടെയും നെറ്റ്വർക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ഘടകം. ഒരു ബിസിനസ്സുകാരന് വിജയിക്കണമെങ്കിൽ നെറ്റ്വർക്ക് വേണം. ഐ മീൻ ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഏത് ബിസിനസ്സുകാരാണെങ്കിലും വിജയിക്കുള്ളൂ. അദാനിയുടെ കൂടെ അല്ലെ അംബാനിയുടെ കൂടെ എന്താണ് ഏകദേശം 7 ലക്ഷത്തോളം 4 ലക്ഷത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇന്ന് കോടീശ്വരനായത്. അല്ലാണ്ട് എന്തല്ല 4 ലക്ഷം അംബാനി അല്ല വർക്ക് ചെയ്യുന്നത്. അംബാനി ഒരാളേ ഉള്ളൂ. അവരുടെ കൂടെ അത്രയും ആളുകൾ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ വരുമാനത്തിലൊക്കെ ഓട്ടോമാറ്റിക്കലി മാറുന്നത്. ഇത് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സംഭവിക്കുന്നത്. വർക്കിംഗ് അവേഴ്സ് കൂടി എന്ത് ചെയ്യും, വരുമാനം നമുക്ക് കൂടും. സോ ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് എന്താണ്, വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്ത് ബിസിനസ് ചെയ്യുന്ന കൺഫ്യൂഷനിലാണ് പല ആളുകളും. ഗൾഫിലൊക്കെ 10-20 വർഷം ജോലി ചെയ്ത് ആ ഒരു പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് നാട്ടിൽ എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അവർക്കൊക്കെ ചെയ്യാൻ നല്ലൊരു മേഖല സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ എന്തില്ല, ഇന്ന് ഗവൺമെന്റിനും കഴിയുന്നില്ല, ഇന്ന് നാട്ടിലുള്ള ആളുകളും കഴിയുന്നില്ല. കാരണം ഞാനൊരു 10-15 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എവിടെ എനിക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു മേഖല ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ, അല്ലെങ്കിൽ പുറത്ത് നമുക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ഒരു മേഖല എന്ന നാട്ടിൽ ഇല്ല. എല്ലാ മേഖലയ്ക്ക് എന്താണ്, എല്ലാ മേഖലയും കോമ്പറ്റീഷൻ ഉണ്ട്. അല്ലെങ്കിൽ വിജയിക്കണമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ്. എന്തൊരു കൈനീട്ടം പോലും കിട്ടാത്ത പല ഷോപ്പുകളും നമ്മുടെ പല സിറ്റികളിലുണ്ട്. രാവിലത്തെ കച്ചവടം പോലും കിട്ടാത്ത. സോ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുകയും ചോദിച്ചു കഴിഞ്ഞാൽ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ പർച്ചേസിങ് ഹാബിറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സെല്ലിംഗ് മെത്തേഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ എത്ര ലക്ഷങ്ങളും കോടികളും നമ്മൾ എന്താണ് മേഖല ഇൻവെസ്റ്റ് ചെയ്താലും ഒരു കാര്യമില്ലാത്ത സിറ്റുവേഷനിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. അവിടെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. വിത്തൗട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ, നിങ്ങൾ ഇവിടെ കോടികൾ മുടക്കണ്ട, നിങ്ങൾ ഇവിടെ ലേബേഴ്സിന് എന്ത് ചെയ്യണ്ട, വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഹ്യൂജ് ആയിട്ടുള്ള ലാൻഡോ കാര്യങ്ങളോ നിങ്ങൾ ഇവിടെ ചെയ്യാതെ നിങ്ങൾക്കൊരു ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ആ ഒരു മേഖല എന്ന് ചോദിച്ചാൽ ഡയറക്ട് സെല്ലിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അല്ല എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ചൂസ് ചെയ്യണം? നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പണം സമ്പാദിക്കുന്ന അല്ലെങ്കിൽ എന്താണ് കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിന് പറയുന്ന പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്, പരമ്പരാഗത കച്ചവടം. ഈ ഒരു കച്ചവടത്തിൽ വെരി സിമ്പിൾ,
ഉൽപ്പന്നം വിൽക്കുന്ന വ്യക്തിക്കും ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിക്കും വലിയ ലാഭമില്ല. ഉൽപ്പന്നം വിൽക്കുന്ന വ്യക്തികൾക്കും ഉൽപ്പന്നം വാങ്ങുന്ന ആളുകൾക്കും വലിയ ലാഭമില്ല. ഇടനിലക്കാരനായിട്ടും പരസ്യക്കാരനായിട്ടും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ. ഫാക്ടറിയിൽ നിന്ന് ഒരു 100 രൂപയുടെ സാധനം ഞാൻ വാങ്ങുകയാണെങ്കിൽ എനിക്ക് 40 രൂപയ്ക്ക് കിട്ടും. നേരെ മറിച്ച് റീറ്റെയിൽ ഷോപ്പിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഞാൻ അതിന് എന്ത് ചെയ്യണം? 40 രൂപയുടെ സാധനത്തിന് 100 രൂപ വാങ്ങണം. ഇതാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ബാക്കി ഒരു 60 രൂപ ആരാണ് കൊണ്ടുവന്നത്? ഇടനിലക്കാരും പരസ്യക്കാരും. നമ്മുടെ എന്താണ് ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഇടനിലക്കാരനും പരസ്യക്കാരനും ഒരു സാധാരണക്കാരനാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ല. ഒന്നില്ലെങ്കിൽ ലക്ഷങ്ങളും കോടികളും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ സെലിബ്രിറ്റി ആയിട്ട് മാറണം. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എന്തിനാ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ അത് പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും. നമ്മുടെ തൊട്ട അയൽവാസിയോ അല്ലെ തൊട്ട നമ്മുടെ ഫാമിലിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യൂല? ട്രസ്റ്റ് ചെയ്യൂല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വില കുറച്ച് കിട്ടുക എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അവിടെ പോയിട്ട് മാത്രമേ നമ്മൾ സാധനങ്ങൾ വാങ്ങുള്ളൂ. നമുക്ക് ഓവർ വില കുറച്ച് കിട്ടൊന്നും വേണ്ട. നമുക്ക് 1 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി? ഒന്ന് വില കുറച്ച് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പർച്ചേസ് ഹാബിറ്റ് കംപ്ലീറ്റ് ആ ഷോപ്പിലേക്ക് മാറ്റാൻ നമ്മൾ തയ്യാറാവും. ഈ ഒരു കച്ചവടമാണ് നാട്ടിലെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കച്ചവടം. സോ ഈ ഒരു കച്ചവടത്തിൽ ഒരു സാധാരണക്കാരന് ഒരു സ്കോപ്പും ഫ്യൂച്ചറും ഇല്ലാത്തൊരു മേഖല തന്നെ പറയാം. കാരണം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ പൈസ കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന ഈ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു മെത്തേഡ് പറയാം. അതാണ് റീറ്റെയിൽ ഷോപ്പ്. ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങി നമുക്ക് ഒരു 4 ലക്ഷം റുപ്യോ ഒരു 5 ലക്ഷം റുപ്യോ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ല റീറ്റെയിൽ ഷോപ്പ് തുടങ്ങാം. എന്നാൽ പോലും ഞാനൊരു 4-5 ലക്ഷം മുടക്കി റീറ്റെയിൽ ഷോപ്പ് ഇട്ടാൽ പോലും എനിക്ക് മാസം ഇത്ര വരുമാനം രൂപ നേടാം എന്ന് എന്ത് ചെയ്യാനാവില്ല? ഗ്യാരണ്ടി പറയാനാവില്ല. കാരണം എന്താണ്? അവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ഇട്ട ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് വേറൊരു ഷോപ്പ് അവിടെ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യും? എന്റെ കച്ചവടം പകുതിയായി കുറഞ്ഞു. അപ്പം ഈ ക്രൈസിസ് കൂടി അനുഭവിക്കുന്ന ആളുകളാണ് ഇപ്പം ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ ആളുകൾ. നിങ്ങളൊന്ന് നാട്ടിൽ നിങ്ങളുടെ തൊട്ടടുത്ത ടൗണിൽ ഇറങ്ങിയിട്ട് ഒരു 5 ഷോപ്പിൽ മിനിമം ഒരു 5 ഷോപ്പിൽ നിങ്ങളൊന്ന് കയറിയിട്ട് ചോദിക്കുക, 2020 വരെയുള്ള കച്ചവടം ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു 5 വർഷം കൊണ്ട്? ഐ മീൻ 2020 വരെ നിങ്ങളുടെ ബിസിനസ്സിലുള്ള വളർച്ചയാണോ അല്ലെ വളർച്ച ഇപ്പം ഈ ഒരു 4-5 വർഷം കൊണ്ട് നിങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഒരു 99.9% കച്ചവടക്കാരും പറയും പണ്ടത്തെ അത്ര കച്ചവടം ഇപ്പൊ ഇല്ല. പക്ഷെ ആളുകളൊക്കെ എവിടുന്ന സാധനം വാങ്ങുന്നത്? ആളുകൾ എന്തായാലും ഡെയിലി സാധനം വാങ്ങുന്നുണ്ടല്ലോ. ഇതൊക്കെ എവിടെ പോയിട്ട് പിന്നെ ആളുകൾ വാങ്ങുന്നത്? ഒറ്റ കാര്യം, ഇ-കൊമേഴ്സ്. ഇലക്ട്രോണിക്സ് യുഗത്തിലേക്ക് ആളുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് യുഗത്തിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞ് ഓൾറെഡി ആ പർച്ചേസ് ഹാബിറ്റൊക്കെ എന്ത് ചെയ്തു? ഇന്റർനെറ്റ് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഞാനിപ്പം ഒരു ഷർട്ടിനെ കുറിച്ച് ഇപ്പം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് എന്റെ കയ്യിൽ എന്തുണ്ട്? ഫോൺ ഉണ്ട്. ആ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കയറുന്ന സമയത്ത് ആഡ് ആയിട്ട് അഡ്വർടൈസ്മെന്റ് ആയിട്ട് വരിക ആ ഷർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഏത് ബ്രാൻഡ് പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ ബ്രാൻഡ് കറക്റ്റ് ആയിട്ട് അഡ്വർടൈസ്മെന്റിൽ വരും. നമ്മുടെ ഫോൺ എന്ത് ചെയ്യുന്നുണ്ട്? 24 hours നമ്മളെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഗൂഗിളിൽ കയറിയ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വെറുതെ അല്ലെങ്കിൽ ഇപ്പം +2 ഒക്കെ കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യുന്നു? അഡ്മിഷനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഗൂഗിളിൽ കയറിയിട്ട്. ഏറ്റവും നല്ല കോളേജ് ഏതാണ്? ജസ്റ്റ് ഞാനൊന്ന് ഏതാ നല്ല കോളേജ്, കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജ് ഏതാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് സ്ഥാപനം എന്ത് ചെയ്യും? ഞാൻ സെർച്ച് ചെയ്ത കീവേഡിനെ അവർക്ക് അയച്ചു കൊടുക്കും ഗൂഗിള്. പിന്നെ അവരെന്ത് ചെയ്യും? എന്നെ ഡയറക്റ്റ് വിളിക്കാൻ തുടങ്ങും. ഈ ലെവലിലേക്കൊക്കെ നമ്മളെ ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ നിങ്ങളൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ, ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു കച്ചവടത്തിൽ വരുമാനം ഉണ്ടാക്കി സക്സസ് ആയ ഒട്ടനവധി ആളുകൾ നിങ്ങൾക്ക് നാട്ടിൽ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫ്ലിപ്കാർട്ട്. ഫ്ലിപ്കാർട്ടിന്റെ ഷോപ്പ് കണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നം വിറ്റഴിക്കുന്ന ആരാണ്? ഫ്ലിപ്കാർട്ടുകാരാണ്. അവരെന്താണ് ചെയ്യുന്നത്? ഒരു കണക്ടർ ആയിട്ട് നിന്ന് കൊടുക്കുന്നു. പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയെയും ആ ഉൽപ്പന്നം വാങ്ങുന്ന വ്യക്തിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ഒരു കണക്ടർ ആയിട്ട് നിന്ന് കൊടുത്തുകൊണ്ട് വരുമാനം വാങ്ങുന്ന വ്യക്തികളാണ് ആര്? ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് എന്ന് പറയുന്ന സംരംഭകർ. സെയിം മെത്തേഡാണ് നമ്മൾ ചെയ്തത്. കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതൊന്ന് നമ്മൾ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നുകൊണ്ട് ഒരു പരസ്യക്കാരനായിട്ട് നിന്നുകൊണ്ട് അടുത്ത കസ്റ്റമറിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 60% പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഡയറക്ട് സെല്ലിംഗ്. 60% നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. സോ ആ ഒരു മെത്തേഡ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? ഓൾറെഡി ഇതൊക്കെ നമ്മുടെ ഫിക്കിന്റെ റിപ്പോർട്ടാണ്. 1.8 CR ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? 2025 നമ്മൾ ഫുൾ ടൈം കരിയർ ആയിട്ട് ഏറ്റെടുക്കുന്ന ഒരു മേഖല ഡയറക്ട് സെല്ലിംഗ് മാറും. അതേപോലെ കേരള ഗവൺമെന്റ് വെരി ലീഗലൈസ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. കാരണം ഗവൺമെന്റ് സംബന്ധിച്ചോളം തൊഴിൽ കൊടുക്കൽ പോസിബിൾ അല്ല.
ഒരു 5 ലക്ഷം ആളുകൾക്ക് മാത്രം എന്ത് ഏത് ഗവൺമെന്റ് ഇപ്പം ഏകദേശം എനിക്ക് 21ഓളം എന്ത് ചെയ്യുന്നു മുഖ്യമന്ത്രിമാര് മാറി മാറി ഭരിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഒരാളുകൾ എല്ലാ ആളുകളും ഇപ്പൊ പുതുതായിട്ട് ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആദ്യം തീരുന്ന ഉറപ്പ് എന്താണ്? കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് തൊഴിൽ അത് ഞാൻ എന്ത് ചെയ്യുന്നു അഷ്യൂർ ചെയ്യുന്നു. അതാണ് ആദ്യം പറയുന്നത്. ഒരു പാർട്ടി ഒരു അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാഗ്ദാനം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും തൊഴിൽ ഞങ്ങൾ എന്ത് ചെയ്യും ഉറപ്പ് വരുന്നത്. മറ്റ് സർക്കാർ ഭരിച്ച പോലെയല്ല, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊഴിൽ തരും. അങ്ങനെ 21 ആളുകൾ എന്ത് ചെയ്തു മാറി മാറി ഭരിച്ച ഒരു നാടാണ് നമ്മുടെ കേരളം. ഇന്നും വെറും 5 ലക്ഷം ആളുകൾക്ക് മാത്രമേ കേരള ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഹലോ, അപ്പം നമ്മുടെ നാട്ടിൽ ഇനി ആരൊക്കെ മാറി ഭരിച്ചാലും തൊഴിലവസരം കൂടാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഗവൺമെന്റ് അത്രയും എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കപ്പാസിറ്റി താങ്ങാൻ പറ്റുന്നുള്ളൂ. അത് തന്നെ എന്ത് ചെയ്യാണ് നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ 5 ലക്ഷം ആളുകൾക്ക് പോലും എന്ത് ചെയ്യുന്നില്ല, നല്ല രീതിക്ക് എന്ത് ചെയ്യില്ല, വരുമാനം കൊടുക്കാൻ പറ്റുന്നില്ല, കറക്റ്റ് സാലറി കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെയാണ് എന്ത് ചെയ്തത് നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ. കാരണം എന്താണ്? ബിസിനസ്സുകാരുടെ പൈസ കിട്ടിയാൽ മാത്രമേ, ടാക്സ് കിട്ടിയാൽ മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, വരുമാനം കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കേരള ഗവൺമെന്റ് എന്തിന് ഈ മേഖല ലീഗലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ റീസൺ, കേരളത്തിലെ ആളുകൾ തൊഴിൽ എന്ത് ചെയ്യണം, ഏറ്റവും കൂടുതൽ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് മാറാൻ പറ്റുന്നത് ഇന്ന് പൊട്ടൻഷ്യൽ ഉള്ളത്. എത്ര ആളുകൾ വന്നാലും വരുമാനം കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് അത് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനൊരു ഗസറ്റ് വിജ്ഞാപനം കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ഇത് മലപ്പുറത്തും കോഴിക്കോടും മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇത്. ഇതെന്താണ് വേൾഡ് വൈഡ് ആയിട്ട് ആളുകൾ ചെയ്ത് വിജയിച്ചിട്ടില്ല. പല രാജ്യങ്ങളിലും ഇന്നും എന്റെ മേജർ ഇൻകം എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ട് സെല്ലിംഗ് ത്രൂ ആണ് പല രാജ്യങ്ങളുടെ മേജർ ഇൻകം. സോ ഇതൊന്ന് ഈ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ത്യമാരെ നോക്കുകയാണെങ്കിൽ 2.47 കോടിയുടെ ബില്യൺ ഡോളർ സെയിൽസ് എടുക്കുന്ന മേഖലയിൽ ഡയറക്ട് സെല്ലിംഗ് മാറിക്കഴിഞ്ഞു. വെറും 5% ആളുകൾ ഈ മേഖല ചെയ്യുന്നുള്ളൂ ഓൾറെഡി. ദെൻ ഹൗ ടു സെലക്ട് എ ഗുഡ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി. ഇവിടെയാണ് ഈ ബിസിനസിന്റെ ഇപ്പൊ ഹൈലൈറ്റ്സ് കിടക്കുന്നത്. കാരണം ഓൾറെഡി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന പേരും പറഞ്ഞ് ഒരുപാട് ആളുകളുടെ പൈസ പോയിട്ടുണ്ട്. സോ അവിടെയാണ് ആളുകൾക്ക് ഇന്നും കൺഫ്യൂഷൻ. എന്താണ് നല്ല കമ്പനി? ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നിലനിൽക്കുമോ, അല്ല ഈ കമ്പനിക്ക് എന്തെങ്കിലും സ്കോപ്പും ഫ്യൂച്ചറും ഉണ്ടോ, അല്ല ഇതൊരു നല്ല കമ്പനിയാണോ എന്ന് തെരഞ്ഞെടുക്കുന്നിടത്തിലാണ് ആളുകൾക്ക് ഇന്ന് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. ഇനി തെരഞ്ഞെടുത്താലും വിശ്വസിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ തയ്യാറാകുന്നില്ല. എങ്ങനെ നല്ലൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി ചൂസ് ചെയ്യാം? വെരി സിമ്പിൾ. ഒരു 5 കാര്യങ്ങളാണ് ഗവൺമെന്റ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്. നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് എന്ത് ചെയ്യണം നമ്മൾ ചെക്ക് ചെയ്യണം. പ്രൂവൻ ട്രാക്ക് റെക്കോർഡ്, വിജയിച്ചുള്ള ഒരു കമ്പനിയാണ് എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം. ഈസി ഓഫ് ഡൂയിങ് ബിസിനസ്, നമുക്ക് ഈസി ആയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണം നമ്മൾ ഉറപ്പുവരുത്തണം. കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം. എനിക്ക് നിങ്ങൾക്കൊന്നും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രീവിയസ് ആയിട്ട് ചെയ്തില്ല, എക്സ്പീരിയൻസ് ഇല്ല. സോ നമ്മൾ പഠിച്ചുകൊണ്ട് ചെയ്തൊരു മേഖലയായിരിക്കണം. അതിനുവേണ്ടി പഠിക്കാൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം എന്ത് ചെയ്യണം കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റും ലീഡേഴ്സും ആയിരിക്കണം കമ്പനിയുടേത്. അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ, ഏതൊരു വ്യക്തിയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ആയിരിക്കണം. ഇങ്ങനെ ഈ ഒരു 5 കാര്യങ്ങൾ ഇന്ന് ഒത്തണയും കൊണ്ട് ടോട്ടൽ ഒരു 12 വർഷമായിട്ട് ഇന്ത്യയിൽ റൺ ചെയ്തൊരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ടുള്ള മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത് അറിഞ്ഞോ അറിയാതെ എത്തിപ്പെട്ടുള്ളത്. എന്താണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്? 12 വർഷം കൊണ്ട് 1200-ലധികം ഫ്രാഞ്ചൈസികൾ ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ റൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ദെൻ സർട്ടിഫിക്കറ്റ്, ആയുഷിന്റെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഏകദേശം 28ഓളം പ്രൊഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാകണമെങ്കിൽ ആരെങ്കിലും ചോദിക്കും ആയുഷിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ഉറപ്പ് എന്താണ്? QCI ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എലമെന്റ്സിന്റെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് വെബ്സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ ഈ വെബ്സൈറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണ്ടേ. ആ പ്രൊഡക്റ്റുകളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ എന്താണ് ബ്രെയിൻ ബിഹൈൻഡ് ദ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 30ഓളം വരുന്ന സയന്റിസ്റ്റുമാരാണ്. പ്രധാനപ്പെട്ട വ്യക്തി ഡോക്ടർ DB അനന്തനാരായണ, ഡാബറിനൊക്കെ സയന്റിസ്റ്റ് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ റാംബാക്സി പോലുള്ള കമ്പനികളുടെ എന്താണ് സയന്റിസ്റ്റ് ആയിട്ട് പ്രവർത്തി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. അങ്ങനെയുള്ള 30ഓളം വരുന്ന സയന്റിസ്റ്റുമാരാണ് പ്രൊഡക്റ്റുകളുടെ പിന്നിൽ എന്ത് ചെയ്യുന്നത് ഇന്ന് പ്രവർത്തിക്കുന്നത്. ദെൻ വെൽനസ് കാറ്റഗറി, ഇന്ന് ഏറ്റവും കൂടുതൽ റവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മേഖലയാണ് വെൽനസ്. ആളുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഇപ്പൊ എന്ത് ചെയ്യും, ലക്ഷങ്ങളും കോടികളൊക്കെ സമ്പാദിക്കുന്നു. ആ പണം കംപ്ലീറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ചെലവാക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ്. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്ന ആളുകളാണ് നമ്മളെ മെജോറിറ്റി. നമ്മുടെ നാടിന്റെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പോൾ
പക്ഷെ പുറം രാജ്യങ്ങളിലൊക്കെ എന്താണ് കംപ്ലീറ്റ് വെൽനെസ് ആണ്. രോഗം വരുന്നതിന് മുന്നേ എന്ത് ചെയ്യുക, പ്രിക്കോഷൻ ആയിട്ട് ആ രോഗകാരണത്തെ മാറ്റുക, അല്ലെ രോഗം വരാനുള്ള സാഹചര്യത്തെ ഒഴിവാക്കുക. അങ്ങനെയുള്ള രീതിക്ക് പറയുന്ന പേരാണ് വെൽനെസ്. അതിൽ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡാണ് എലമെന്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡ്. ആ ബ്രാൻഡിന് എന്താണ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല. നിങ്ങൾ എന്താണ് കൊണ്ടുവന്ന വ്യക്തികളോട് ചോദിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക കൃത്യമായിട്ടൊന്ന്. ദെൻ ഒരു പ്രൊഡക്റ്റ് ലിവഗി എന്ന പ്രൊഡക്റ്റ് ഉണ്ട്. നമ്മുടെ അസിഡിറ്റി, ഗ്യാസ്ട്രിക്, നെഞ്ചരിച്ചിലുള്ള പ്രശ്നങ്ങൾക്ക് ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. വുമൺ കമ്പൈനും സ്ത്രീകൾക്ക് ഒരു ടോണിക് ആണത്. പീരീഡ്സ് ഒക്കെ റെഗുലർ ആകാൻ സഹായിക്കുന്ന, അതിന്റെ പീരീഡ് സമയത്ത് പെയിനൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന, മാർക്കറ്റിൽ കമ്പയർ ചെയ്യാൻ വേറൊരു പ്രൊഡക്റ്റ് ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് വുമൺ കമ്പാനിയൻ. കഫ് സിറപ്പാണ്. കഫ്നിൽ ബ്ലഡ് പ്യൂരിഫയർ, രക്തശുദ്ധീകരണത്തിന് ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന് വുണ്ട് ഹീലിംഗ് ക്രീം, മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ കല പോലും അത് മാറ്റിക്കിട്ടാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സ്ട്രെസ്, ടെൻഷൻ, BP ഇതിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നോ വേദന ക്യാപ്സൂൾ, നമ്മളെ ജോയിന്റ് പെയിൻ, മുട്ടുവേദന, അതേപോലെ തന്നെ പെയിനിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന, റിലീഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീന്റെ അളവിനൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന സോയാബീനൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ്. ഇതിന് മൊറോലൈഫ്, ശരീരത്തിന്റെ മെറ്റബോളിസം, ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മൊറോലൈഫ് 95. ഇതൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെയും അവയവങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യുന്ന, എന്താണ് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് 95. അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട ഒരു ഉൽപ്പന്നമാണ് 95. ഡയബാ ലൈഫ് ഷുഗറിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. പാൻക്രിയാസിനെ വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെന്താണ് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഡയബാ ലൈഫ്. ചവനപ്രാശം, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു കവചപ്രാശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ, ഡെയിലി യൂസേജ് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഹെർബൽ ടൂത്ത് പേസ്റ്റ്. ഇന്ന് മാർക്കറ്റിൽ നമ്മൾ പോകുന്ന സമയത്ത്, പേസ്റ്റ് വിൽക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ഇവിടെ സെൻസോഡൈൻ ഉപയോഗിക്കുന്നത്, 10 വർഷമായിട്ട് ഞാൻ സെൻസോഡൈൻ ഉപയോഗിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യില്ല, പ്രൊഡക്റ്റ് മാറ്റി ഉപയോഗിക്കില്ല. സോ സെൻസോഡൈൻ എന്ന പേസ്റ്റ് ഒരു പർപ്പസ്ഫുള്ളി ഉപയോഗിക്കുന്ന ഒരു പേസ്റ്റ് ആണ്. രോഗം വന്നാൽ എങ്ങനെ നമ്മൾ മരുന്ന് കഴിക്കുന്നോ അതേപോലെ ഉപയോഗിക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ് സെൻസോഡൈൻ എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റ്. അല്ലാതെ ഇത് എന്തല്ല, ഒരു ഡെയിലി പർപ്പസിനായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രോഡക്റ്റ് അല്ല. എന്നോട് പലരും തർക്കിക്കാറുണ്ട്, ഞാൻ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ലാന്ന്. സോ എന്തിന് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചത്, ഇത് വാണിംഗ് ഇല്ലാത്ത മെഡിക്കേറ്റഡ് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂത്ത് പേസ്റ്റ് ആണ്. ഒരു കുരുമുളകത്തിന്റെ വലിപ്പത്തിൽ എന്ത് ചെയ്താൽ മതി, ഇത് എടുത്താൽ മതി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർംഫുൾ കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ്. ഇതിന് പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ ഒരുപാട് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ റേറ്റ് വൈസും ഇതിന്റെ ക്വാണ്ടിറ്റി വൈസും മാർക്കറ്റിലെ പ്രൊഡക്റ്റും നമ്മുടെ പ്രൊഡക്റ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾ. റേറ്റ് വൈസ് നമുക്ക് 40% ഇവിടെ മാർജിൻ ഉണ്ട്. അതേപോലെ തന്നെ ഹോം കെയർ പ്രൊഡക്റ്റുകൾ, അഗ്രോ കെയർ സെഗ്മെന്റ്, നല്ല ഉൽപ്പന്നം, നല്ല പച്ചക്കറി കഴിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇന്ത്യാഗ്രോ. ഒരു തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള രാസവളം വരാത്തൊരു പ്രൊഡക്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ജൈവവളാണെന്ത് നമ്മുടെ ഇന്ത്യാഗ്രോ പ്രൊഡക്റ്റുകൾ. ദെൻ എങ്ങനെ മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് ചെയ്ത് സക്സസ് ആവാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് ലേൺ ചെയ്യാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ കമ്പനി ഓൺലൈൻ ആയിട്ട് തരുന്നുണ്ട്, അതാണ് MIDG വേൾഡ്. ദെൻ സെക്കൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്, ഹാർവസ്റ്റേഴ്സ് അക്കാഡമി. നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിക്കാം. ദെൻ ഹൗ ടു സ്റ്റാർട്ട് ദിസ് ബിസിനസ്, എങ്ങനെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാം. ഇതൊരു ഓൺലൈൻ ബിസിനസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു 10 അക്ക യൂസർ ID പാസ്വേഡ് നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് കമ്പനി എവിടെയൊക്കെ ഷോപ്പുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ആ ഷോപ്പുകളിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്നങ്ങൾ ഡിസ്കൗണ്ട് റേറ്റിന് വാങ്ങി യൂസ് ചെയ്യാം. 40% ഡിസ്കൗണ്ട് റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾക്കുള്ള ബെനഫിറ്റ്, അല്ലെങ്കിൽ എന്തിനും ഒരു വ്യക്തി മൈലേഷ്യൽ ബിസിനസ്സിലേക്ക് കടന്നു വരണം എന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു 6 കാര്യമാണ് നമ്മുടെ ഇൻകം, റീറ്റെയിൽ പ്രോഫിറ്റ്. ഡെയിലി കമ്പനി വരുമാനം കൊടുക്കുന്നുണ്ട്, ഡെയിലി. അതെങ്ങനെയാണ്, 143 കിട്ടുന്ന പേസ്റ്റ് 194 വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, റീറ്റെയിൽ പ്രോഫിറ്റ് 51 രൂപ ലാഭം കിട്ടും. സെയിൽസ് ടേൺ ഓവർ ബോണസ്, നമ്മൾ വിറ്റതുപോലെ തന്നെ നമ്മളൊന്ന് വിൽപ്പിക്കാൻ തയ്യാറാകുന്ന വീക്ക്ലി കച്ചവടത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇനി മന്ത്ലി റാങ്ക് ഇൻകം, പെർഫോമൻസ് ബോണസ് ഒക്കെ എന്ത് ചെയ്യും, മന്ത്ലി കിട്ടുന്ന ഇൻകം ആണ്. ക്വാർട്ടർലി 6 മാസം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻകം തരുന്നുണ്ട്. അതെന്താണ്, സ്റ്റാർ പെർഫോമൻസ് ബോണസ്, സ്റ്റാർ ലോയാലിറ്റി ബോണസ്. 6 മാസം കൂടുമ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1 ഇയർ, ഒരു വർഷം കൂടുമ്പോൾ കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് നമുക്ക് ഇൻകം തരുന്നത്. അതാണ് TDF, ടീം ഡെവലപ്മെന്റ് ഫണ്ട്. ഇങ്ങനെ ദിവസവും ആഴ്ചയിലും മാസത്തിലും 6 മാസം കൂടുമ്പോൾ, ഒരു വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വാങ്ങാൻ ആഗ്രഹമുണ്ടോ, നമുക്ക് മൈലേജിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ മൈലേജിൽ ഒന്ന് ഏറ്റെടുത്ത് ചെയ്താൽ മതി. കൃത്യമായി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പനിയിൽ എങ്ങനെയാണ് കമ്പനിക്ക് പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഇൻകം ഏറ്റവും കൂടുതൽ വീതിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ്, ബിസിനസ് നടന്ന ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിലാണ്.
കമ്പനി ഇവിടെ 1000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഓൺ ആൻഡ് ഓൺ ഇന്ത്യാഗ്രോ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾ 1000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ 75% 750 ബിസിനസ് വോളിയം, ബിസിനസ് പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. ഈ 750 ബിസിനസ് വോളിയത്തിന് ഏകദേശം 90 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷിന്റെ വാല്യൂ ഉള്ളതാണ് ഈ 750 പോയിന്റ് എന്ന് പറയുന്നത്. 90 രൂപ എന്ത് ചെയ്യുന്നുണ്ട്, അപ്രോക്സിമേറ്റ് ഇതിന് ക്യാഷ് വാല്യൂ ഉണ്ട്. ഇത് എത്ര രൂപ, ഇത് ഈ സെയിൽസ് എത്ര കൂടുന്നു അത് നമുക്ക് എന്ത് ചെയ്യും കമ്പനി, അതിന്റെ 12% നമുക്ക് പ്രോഫിറ്റ് നമുക്ക് തരും. നമ്മുടെ ഇൻകം പ്ലാൻ പറയുന്നതിന് മുന്നേ ഈ ഇൻകം പ്ലാൻ നിങ്ങൾ മറ്റെല്ലാ മേഖലകളായിട്ട് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തണം. എന്നാൽ നിങ്ങൾക്ക് മൈലേജിന്റെ പ്ലാൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു തട്ടുകട ഇടുന്നു, ഒരു 30 തട്ടുകട നിങ്ങൾ എന്താണ് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ പല ഭാഗത്ത് ഇടുകയാണെങ്കിൽ അവിടെ നിന്നെല്ലാം ചെലവൊക്കെ കഴിഞ്ഞ് ഒരു 1000 രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം 30,000 രൂപ വരെ വരുമാനം നേടാൻ പറ്റും. അതേപോലെ തന്നെ ആഴ്ചയിൽ എന്ത് പറ്റും, 2,10,000 വരുമാനം വാങ്ങാൻ പറ്റും. ഇതേ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോ മേഖല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ഓട്ടോറിക്ഷ എടുത്ത് അതിനെ കുറിച്ച് ഒരു 29 ഓട്ടോറിക്ഷ കൂടി നിങ്ങൾ ലോൺ എടുത്തോ അല്ലെ നിങ്ങളുടെ കയ്യിലെ പൈസ മുടക്കിയോ നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ വാങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ അപ്രോക്സിമേറ്റ് 1000 രൂപ ലാഭം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ഓട്ടോറിക്ഷ നിങ്ങളുടെ കെയർ ഓഫിൽ ഓടുകയാണെങ്കിൽ 30,000 രൂപ എന്ത് ചെയ്യും, ഒരു ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. എല്ലാ മേഖലകളിലും എന്തുണ്ട്, ബിസിനസ് സാധ്യത ഉണ്ട്. അതൊന്നും കാണാതെ നമ്മൾ എന്താണ് ജോലി സാധ്യത മാത്രം നോക്കി പോകുന്നത് കൊണ്ടാണ് നമ്മൾ പല മേഖലകളിൽ നമ്മൾ വിജയിക്കാത്തത്. സത്യസാധ്യത പ്രധാനപ്പെട്ട റീസൺ. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾക്ക് അങ്ങനെ ചിന്തിച്ചാൽ മാത്രം പോരാ, ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണം കൂടി എവിടെ വേണം, മറ്റെല്ലാ മേഖലകളിലും വേണം. ആ പണം ഇൻവെസ്റ്റ് ചെയ്യാതെ, ആ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇതേ വരുമാനം വാങ്ങാൻ പറ്റുന്ന അവസരമാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്, അല്ലെ നമ്മുടെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനി പ്രൊവൈഡ് ചെയ്തത്. അതൊന്ന് നിങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ അല്ലെ ഡിസ്കൗണ്ട് റേറ്റിന് കിട്ടിയ ഉൽപ്പന്നങ്ങൾ ഇതേ ഡിസ്കൗണ്ട് റേറ്റിന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നെയ്ബേഴ്സിനും കിട്ടുമെന്ന് നിങ്ങളൊന്ന് പറയാൻ തയ്യാറാകുകയാണെങ്കിൽ, അവരുടെ ബ്രാൻഡ് ഒന്ന് നിങ്ങൾ മാറ്റാൻ തയ്യാറാകുകയാണെങ്കിൽ, അവർ നിലവിൽ എവിടുന്നാണോ ഉൽപ്പന്നം വാങ്ങുന്നത് ആ ഷോപ്പ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങാൻ അവർ തയ്യാറാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൈലേഷ്യൽ കമ്പനി ഉൽപ്പന്നം വാങ്ങാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ 12% കമ്പനിയുടെ ടേൺ ഓവറിന്റെ 12% നിങ്ങൾക്ക് പ്രോഫിറ്റ് തരാൻ കമ്പനി റെഡിയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം 1000 രൂപയുടെ കച്ചവടം നടത്താൻ പറ്റും. എന്റെ കൂടെ ഒരു 10 വ്യക്തികൾ എന്റെ കൂടെ അതേ വർക്ക് ചെയ്യുകയാണെങ്കിലോ 10,000 രൂപയുടെ കച്ചവടമായി. ഇതാണ് ഈ ബിസിനസ്. കച്ചവടം കൂടണമെങ്കിൽ ആര് വേണം, ഒന്നില്ലെങ്കിൽ ഷോപ്പ് വേണം, അല്ലെങ്കിൽ ആളുകൾ വേണം. ട്രഡീഷണൽ മാർക്കറ്റിംഗിലാണെങ്കിൽ ഷോപ്പിന് എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും, കച്ചവടം കൂടും. പക്ഷെ ഷോപ്പിന് എണ്ണം കൂടണമെങ്കിൽ ഞാൻ ലക്ഷങ്ങൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യണം. മൈലേഷ്യൽ മാർക്കറ്റിംഗിലോ ആളുകളുടെ എണ്ണം കൂടിയാൽ, ആളുകളാണ് ഇവിടെ ഷോപ്പ്, ആളുകളുടെ എണ്ണം കൂടിയാൽ എന്ത് ചെയ്യും, എന്റെ ടേൺ ഓവർ കൂടും, എന്റെ വരുമാനം കൂടും. ആളുകൾക്ക് ഞാൻ സാലറി കൊടുക്കണോ, വേണ്ട, ആര് കൊടുത്തോളും, വരുമാനം കമ്പനി കൊടുത്തോളും. സോ ഇവിടെ നമ്മുടെ കമ്പനി പറഞ്ഞത് 2 ബ്രാഞ്ചുകളായി നിങ്ങൾക്ക് ബിസിനസ് ബിൽഡ് ചെയ്യാം. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഷോപ്പ് ആണെങ്കിൽ ഇവിടെ എന്താണ്, വ്യക്തികളാണ് ഇവിടുത്തെ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചിൽ എത്രയാണോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കച്ചവടം നടക്കുന്നത് അതിന്റെ 12%, ഇപ്പൊ 10,000 രൂപയുടെ കച്ചവടം 2 ബ്രാഞ്ചിൽ നടക്കുകയാണെങ്കിൽ അതിന്റെ 12% ആയിട്ടുള്ള 1,200 രൂപ എന്ത് ചെയ്യും കമ്പനി നമുക്ക് ഇൻകം ആയിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക് അയച്ചു. ദെൻ രണ്ടാമതാഴ്ച നമ്മളെ കൂടെ വന്ന വ്യക്തിക്ക് ഈ ബിസിനസ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ, അവരെ ഒന്ന് ലേൺ ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ അവരും ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും. സോ ഒരു 20,000 രൂപയുടെ കച്ചവടം ബ്രാഞ്ചുകളിലും 20,000 രൂപയുടെ കച്ചവടം അങ്ങനെ ബ്രാഞ്ച് 2 നടക്കുകയാണെങ്കിൽ അതിന്റെ 12% 2,400 രൂപ കമ്പനി നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് അയച്ചു തരും. കച്ചവടമാണ്, ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. ഒരാഴ്ച ബ്രാഞ്ചുകളിൽ 1 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ചുകളിലും 2 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ച് 2 നടന്നു. സോ കമ്പനി ഇവിടെ 1:1 എന്ന റേഷ്യോയിലാണ് കമ്പനി നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കണക്കാക്കുന്നത്. ഇവിടെ ചെറുത് 1 ലക്ഷമാണ്, 1 ലക്ഷത്തിന്റെ 12% 12,000 രൂപ ആ വീക്ക് എന്ത് ചെയ്യും കമ്പനി നമുക്ക് വരുമാനമായിട്ട് അയച്ചു. ബാക്കി എന്തുണ്ട്, 1 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ട് അവിടെ. അത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. നിങ്ങൾ ബാക്കി എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എടുത്തോളൂ, അവിടെ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് ക്യാരി ഫോർവേഡ് സിസ്റ്റം. ഈ ആഴ്ച ഈ മാസം എന്ത് കൊണ്ടുവന്നോ അതിൽ എന്ത് ചെയ്യും നമുക്ക് പ്രോഫിറ്റ് തരും ബാക്കി എല്ലാ കമ്പനികളും. പക്ഷെ മൈലേഷ്യൽ മാർക്കറ്റിംഗ് കമ്പനി അങ്ങനെയല്ല. ഇവിടെ ഒരു ക്യാരി ഫോർവേഡ് സിസ്റ്റം ഉണ്ട്, അപ് ടു 1 CR വരെ, 1 കോടി രൂപ വരെ എന്ത് ചെയ്യും, അതിന് തുല്യമായിട്ടുള്ളത് എപ്പോഴാണോ നമ്മുടെ ബ്രാഞ്ച് ബണ്ടിൽ വരുന്നത് അതുവരെ എന്ത് ചെയ്യും കമ്പനി ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരാഴ്ച ബ്രാഞ്ച് ബണ്ടിൽ 5 ലക്ഷത്തിന്റെ കച്ചവടം ബ്രാഞ്ച് ബണ്ടിലും 4 ലക്ഷത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 2 വരികയാണെങ്കിൽ നേരത്തെ അവിടെ മാറ്റി വെച്ചുള്ള 1 ലക്ഷം 4 ലക്ഷത്തോട് കൂട്ടിച്ചേർത്ത് 5 ലക്ഷത്തിന്റെ 12% ആയിട്ടുള്ള 60,000 രൂപ എന്ത് ചെയ്യും കമ്പനി ആ ആഴ്ച നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് അയച്ചു തരും. അതേപോലെ ഒരു 10 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ച് വണ്ണിലും 10 ലക്ഷം രൂപയുടെ കച്ചവടം ബ്രാഞ്ച് 2 വരികയാണെങ്കിൽ അതിന്റെ 12% 1,20,000 രൂപ എന്ത് ചെയ്യും കമ്പനി പ്രോഫിറ്റ് നമുക്ക് അയച്ചു തരും. കമ്പനിക്ക് ഇങ്ങനെ അനന്തമായിട്ട് വരുമാനം കൊടുക്കാനാവില്ല. കാരണം കമ്പനി ഇവിടെ ഇടനിലക്കാരനും
നൗസിനെ പരസ്യം ചെയ്യുന്ന വ്യക്തിക്കും കൊടുക്കുന്ന പണമാണ് കമ്പനി ഇവിടെ നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. ഇനി കമ്പനി ഇങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ കമ്പനി ഇന്ന് എന്ത് ചെയ്യില്ല, നിലനിൽക്കൂല. കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അല്ലേ കമ്പനി കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്ക് ആ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താണ് കിട്ടുന്നതിനെക്കാട്ടും കൂടുതൽ ലാഭം ഓഫർ ചെയ്ത പല കമ്പനികളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ കമ്പനികൾ ഒന്നില്ല ഇന്ന് നിലനിൽക്കുന്നില്ല എന്നാണ് സത്യം. മൈലേജ് മാർക്കറ്റിംഗ് തുടങ്ങിയ അന്നും 12% കൊടുത്തിട്ടുണ്ട്. ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, 12% പുതിയ വ്യക്തിക്കും കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മൈലേജ് മാർക്കറ്റിംഗ്. സോ 17 ലക്ഷത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 17 ലക്ഷത്തിന്റെ കച്ചവടം ബ്രാഞ്ച് 2 വരികയാണെങ്കിൽ അതിൽ 12% അല്ല 2,10,000 രൂപ, 2,10,000 rupees വീക്കിലി വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു മേഖലകളിൽ ഒരു 30 ചായക്കടയോ ഒരു 30 ഓട്ടോറിക്ഷയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം എന്ത് ചെയ്യും, 1000 രൂപ കിട്ടും, 30,000 രൂപ കിട്ടും ഒരു ദിവസം. സോ അതുകൊണ്ട് ഒരാഴ്ച 2,10,000. സെയിം തന്നെയാണ് മൈലേജ് മാർക്കറ്റിംഗിൽ. നിങ്ങളെ കൂടെ വന്ന എന്താണ് വെറും 30 വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ 1000 രൂപ വരുമാനം വാങ്ങി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ബിസിനസ്സിൽ 2,10,000 കിട്ടും. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്യണം, ആ 30 ഷോപ്പ് ഇടാനുള്ള പൈസ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ടൈം ഇൻവെസ്റ്റ് ചെയ്താൽ മതി ആ 30 വ്യക്തികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള. ഇതാണ് മൈ ലൈഫ് സ്റ്റൈലിന്റെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. ആഴ്ച 2-10 മാസം 8,40,000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അഡീഷണൽ ആയിട്ട് ഒരുപാട് വരുമാനങ്ങൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. നോമിനേഷൻ ഫെസിലിറ്റി മറ്റെല്ലാ മേഖലയും നിങ്ങളുടെ ഈ ബിസിനസ് പറയുന്ന സമയത്ത് പല വ്യക്തികളും പറയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മാസം 1 ലക്ഷം റുപ്യ ഉണ്ടാക്കുന്നുണ്ട്, 2 ലക്ഷം റുപ്യ ഉണ്ടാക്കുന്നുണ്ട്, ഗൾഫിലാണ്, ഇവിടെ നല്ല സേഫ് ആണ്. പക്ഷെ അവരെ ജോലി ചെയ്യുമ്പോൾ മാത്രമേ വരുമാനം കിട്ടുന്നുള്ളൂ. ബൈ ചാൻസ് ജോലി ചെയ്യാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, 1 രൂപ പോലും അവരുടെ ഫാമിലിക്ക് വരുമാനം എത്തില്ല. ഇനി അത് മാത്രമല്ല അവർ ചെയ്യുന്ന മേഖല ഫാമിലിക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന മേഖല ആയിരിക്കില്ല. സോ ഇവിടെ അങ്ങനെയല്ല, കമ്പനി ഇവിടെ നോമിനേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ ബിസിനസ് ഒന്ന് ശക്തമായി ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നോമിനിക്ക് എന്ത് ചെയ്യും, ആ ഒരു വരുമാനം കമ്പനി 1 രൂപ പോലും കുറയാതെ കൊടുക്കാൻ റെഡിയാണ്. അങ്ങനെ 3 ജനറേഷൻ സെക്യൂർ ആക്കാൻ പറ്റുന്ന നോമിനേഷൻ ഫെസിലിറ്റി കൂടി എന്തുണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ കമ്പനി സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.mylifestylemarketing എന്ന് പറയുന്ന നമ്മുടെ കമ്പനി വെബ്സൈറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുക, ഈ ബിസിനസിനെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വെബ്സൈറ്റുകളും നമ്മുടെ കമ്പനി വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഉപയോഗപ്പെടുത്തുക. സോ ഏകദേശം എന്റെ സമയം ആയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മൈലേജിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാ മേഖലയിലും ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ലക്ഷങ്ങളോ കോടികളോ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ അതൊന്നും ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വരുമാനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മൈലേജ് മാർക്കറ്റിംഗ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സമയം ഒന്നില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ കഴിവ് സ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വിജയിക്കാൻ പറ്റുന്ന മേഖല, 18 വയസ്സ് പൂർത്തിയ ഏതൊരു വ്യക്തിക്കും ചെയ്ത് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, എസ്പെഷ്യലി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. കമ്പനി എല്ലാ മാസവും പുതിയ പ്രൊഡക്റ്റുകൾ തരുന്നുണ്ട്. എന്തിന് ഈ പുതിയ പ്രൊഡക്റ്റുകൾ തരുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ആളെ പിടിക്കുന്ന പരിപാടി എന്താണെന്ന് തെളിയിക്കാനാണ് വീണ്ടും എന്ത് ചെയ്യുന്നത്, കമ്പനി പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്നത്. ആളെ പിടിക്കുന്ന പരിപാടിയാണെങ്കിൽ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് മതി. കമ്പനി എന്താ പറയാ, നിങ്ങൾ കൂടുതൽ ആളുകൾ എന്ത് റിക്രൂട്ട് ചെയ്യുന്നതാണ് കമ്പനി പറയാം. എന്താണ് കൂടുതൽ ആളുകളെ നിങ്ങൾ തേടി പോകുന്നതാണ് പറയാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു 100-200 വ്യക്തികളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ 100-200 വ്യക്തികൾ സ്ഥിരം നമ്മുടെ ഷോപ്പിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് നമ്മളൊന്ന് ഉറപ്പ് വരുത്താൻ തയ്യാറാകുകയാണെങ്കിൽ വെറും 10-20 പ്രൊഡക്റ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ആഴ്ചയിൽ 2,10,000 നമുക്ക് വാങ്ങാൻ പറ്റും. വെരി സിമ്പിൾ ആയിട്ട്. കാരണം എന്താണ്, അത്രയും ആളുകൾ റീപർച്ചേസ് ചെയ്യും, എല്ലാ മാസവും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങും. ഇതൊന്നും ആളുകൾക്ക് ലേൺ ചെയ്ത് കൊടുക്കാൻ ആർക്കൊക്കെ പറ്റുന്നോ അവരൊക്കെ ഇതിൽ വിജയിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ആളുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പരാജയപ്പെട്ടു പോകുന്നില്ല. അവരെന്ത് ചെയ്യുന്നത്, വലിയ വിജയങ്ങളിലേക്ക് എത്താത്തതിന്റെ പ്രധാനപ്പെട്ട റീസൺ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന 340 ആളുകളുടെയും മനസ്സിൽ എന്തുണ്ട്, മൈലേജ് മാർക്കറ്റിംഗ് ഉണ്ട്, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളുണ്ട്, ലീഡേഴ്സ് പറയുന്ന മോട്ടിവേഷൻ ഉണ്ട്. പക്ഷേ പുറത്തൊരു വ്യക്തിയുടെ അടുത്തെത്തും എന്ത് ചെയ്യാനില്ല, അത് കംപ്ലീറ്റ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. പക്ഷെ പുറത്തുള്ള വ്യക്തി എന്താ ചിന്തിക്കുന്നത്, ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാനില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഈ വ്യക്തി പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, ഒരു കണക്ഷൻ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അവർ സ്റ്റാർട്ട് ചെയ്യോ, അവർക്ക് ബോധ്യപ്പെടാത്തൊരു കാര്യം അവർ ചെയ്യോ, ഇല്ല. ഇതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പലർക്കും സംഭവിക്കുന്നത്. പറയുന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും നിങ്ങൾ പഠിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇന്ന് വിത്തൗട്ട് റിസ്കിൽ നമുക്ക് എന്താണ് പണം സമ്പാദിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല നമുക്ക് നാട്ടിൽ കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെ കമ്പനിയുടെ വളർച്ച 12 വർഷം കൊണ്ട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 3000-ഓളം സീലിംഗ് അച്ചീവേഴ്സിന് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ
കമ്പനി എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളൊന്ന് ഇറങ്ങി നിന്ന് കച്ചവടം ചെയ്യാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, വീക്കിലി ഈ ഒരു വരുമാനം കിട്ടും. അതുകൊണ്ട് ഇന്ന് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയ എല്ലാ ആളുകളും ഓൾറെഡി നിങ്ങൾ 10, 20, 30, 40 പ്രാവശ്യം കേട്ട പ്ലാനാണ്. എന്നാൽ പോലും വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ന് സ്വന്തം ഇത് പറയാൻ പഠിക്കണോ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കേട്ടുക. അതായത് വേറൊരു നിവൃത്തിയില്ല. ഞാൻ പെട്ടെന്ന് പഠിക്കാൻ എടുത്ത ഒരു സ്ട്രാറ്റജി അല്ല എന്താണ്, എന്താണ് പെട്ടെന്ന് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ പറയാൻ പഠിച്ചത് കൂടുതൽ ഇതേപോലെ എന്താണ് പ്രസന്റേഷൻ ചെയ്തതുകൊണ്ടാണ്. ചിലപ്പോൾ തെറ്റിപ്പോവും, ചിലപ്പോൾ സ്പീഡ് കൂടിപ്പോവും, ചിലപ്പോൾ വാക്കുകൾ കിട്ടൂല. പക്ഷെ പറഞ്ഞ സമയത്ത് എന്ത് ചെയ്ത് ആ കുറച്ച് കാര്യങ്ങൾ എന്റെ മനസ്സിൽ അത് ഫീഡ് ചെയ്തു. ഇന്നിപ്പോ സ്ലൈഡില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ സ്ലൈഡിലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണ്, ഒരു 5, 10 പ്രാവശ്യം പ്രസന്റേഷൻ ചെയ്തതുകൊണ്ടാണ്. ഇനി ഞാൻ മാത്രം പ്രസന്റേഷൻ ചെയ്യലല്ല ഈ ബിസിനസ്. ഞാൻ പ്രസന്റേഷൻ പഠിച്ചു, ഓക്കെ, ചെയ്യാൻ അറിയാം, ഓക്കെ. എന്റെ കൂടെ വന്ന ആളുകളെ എന്ന് ഞാൻ സ്വന്തമായിട്ട് ആ പ്രസന്റേഷൻ ചെയ്യാൻ പഠിപ്പിക്കുന്നോ അന്ന് തൊട്ടേ എനിക്ക് പാസീവ് ഇൻകം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എല്ലാ കാലവും ഞാൻ തന്നെ പ്ലാൻ പറയേണ്ടി വരും. സോ അതും കൂടി നിങ്ങളൊന്ന് പറയാ. ആദ്യം ലേൺ ചെയ്യുക, പിന്നെ അത് ടീച്ച് ചെയ്യുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക, അതിനുശേഷം ഒന്ന് ടീച്ച് ചെയ്ത് കൊടുക്കുക. എന്തായാലും പ്രായത്തിൽ എന്നെക്കാട്ടും 1, 2 മടങ്ങൊക്കെ പ്രായമുള്ള ആളുകൾ എന്തുണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ നിങ്ങളെ ആരെയും എന്തില്ല ടീച്ച് ചെയ്യാനല്ല ഞാൻ വന്നത്, ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താനാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം നല്ല സുരേന്ദ്രൻ സാറിനും അതേപോലെ തന്നെ മറ്റ് എല്ലാ ആളുകൾക്കും ഈ ഒരു അവസരം മനസ്സിലാകട്ടെ എന്നും ഈ ബിസിനസ്സിലൂടെ വലിയ വിജയങ്ങൾ എത്താൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് മൈലേശ്വർ മാർക്കറ്റിംഗ്. താങ്ക് യു.